നമ്മുടെ കൊച്ചു കേരളത്തിൽ വേടൻ ഒരു വികാരവും വാർത്തയും വിവാദവും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. വേടനെ പറ്റിയുള്ള വിവാദങ്ങൾ വളരെ വലുതാണ്. വേടൻ ദേശദ്രോഹിയാണ്, വിഘടനവാദിയാണ്, വർഗീയവാദിയാണ്, രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളാണ് എന്നൊക്കെ പോകുന്നു ആരോപണങ്ങൾ. അതേസമയം തന്നെ വേടൻ അനേകരുടെയും ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. അനേകർക്ക് തുറന്നു പറയണം എന്നാഗ്രഹം ഉണ്ടായിരുന്ന കാര്യങ്ങൾ വേടൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തി അതിങ്ങനെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സഭ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, ഒരു കാര്യവും പ്രസ്താവിക്കുന്നില്ല ആശ്ചര്യകരമാണ്. ക്രൈസ്തവ സഭ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പാരമ്പര്യ സഭയല്ല. വേദപുസ്തകം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ ആ കൂട്ടത്തെയാണ് ക്രൈസ്തവ സഭ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തിയത് ക്രൈസ്തവ സഭയാണ്, ക്രൈസ്തവ മിഷണറിമാരാണ്. ഇവിടുത്തെ വൃത്തിഹീനമായ ജാതി സമ്പ്രദായം ഇല്ലായ്മ ചെയ്യാൻ ക്രൈസ്തവ മിഷണറിമാർ വളരെയേറെ ഉത്സാഹിച്ചതാണ്, പരിശ്രമിച്ചതാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് അവരെ അതിനായിട്ട് പ്രേരിപ്പിച്ചത്. ആ സഭ ഈ സമയത്ത് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നത് വ്യക്തമാകുന്നില്ല. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം മാത്രമാണ് വേടനെ പറ്റി ഒരു വീഡിയോ ചെയ്ത് കണ്ടത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചരിത്രത്തെ എല്ലാ കാലവും നമുക്ക് വിഡ്ഢിയാക്കാൻ കഴിയത്തില്ല. ചരിത്രം തിരിഞ്ഞടിക്കുന്ന സമയവും ഉണ്ട്. ഇന്നേക്ക് ഒരു 80-100 വർഷം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ കേരളക്കരയിൽ അടിമകളായിരുന്നു. അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നുമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു സുഖങ്ങളും അറിഞ്ഞിട്ടില്ലാതെയാണ് ആ തലമുറ ജീവിച്ചതും മരിച്ചു പോയതും. അവരുടെ ശരീരവും മനസ്സും ഒക്കെ മറ്റാരുടെയൊക്കെ ഉടമസ്ഥാവകാശത്തിലുള്ളതായിരുന്നു. ഇന്ന് അവരുടെ തലമുറക്കാർ തിരിഞ്ഞു നോക്കി അതിനെതിരെ നെടുവേർപ്പെട്ടാൽ, സങ്കടപ്പെട്ടാൽ, അരിശം കൊണ്ടാൽ ആ തലമുറയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ? വേടന് ഒരുപാട് അനുയായികൾ ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഈ അനുയായികളെ ഈ സമയത്ത് നയിക്കുന്നത് വികാരമാണ്, ഒരാവേശമാണ്. എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഈ ആവേശത്തേക്കാൾ ഉപരിയായി നമ്മൾ വേടൻ ഒരു അംബേദ്കറിൻ്റെ ഫോളോവർ ആയതുകൊണ്ട് വേടനെ സ്നേഹിക്കുന്നവർ, പ്രത്യേകിച്ച് യുവതലമുറ, അംബേദ്കറെ പോലെ വായിക്കുക, വിദ്യാഭ്യാസം ചെയ്യുക, ചിന്തിക്കുക, പ്രതികരിക്കുക. വേടനിൽ കൂടാണ് അനേകർ അയ്യങ്കാളി എന്ന മഹാവിപ്ലവകാരിയെ പറ്റി അറിയുന്നത്. അയ്യങ്കാളിയെപ്പോലെ ഇന്നത്തെ യുവതലമുറ പോരാടാനുള്ള ധൈര്യവും ശക്തിയും സംഭരിക്കുക. ഈ കേരള ചരിത്രത്തെ മാറ്റിമറിച്ചത് ശ്രീമാൻ അയ്യങ്കാളി, ശ്രീ നാരായണ ഗുരു, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ ക്രൈസ്തവ സഭ, ഈ 4 കൂട്ടരാണ് എന്ന് പറയുന്നതിൽ തെല്ലും സങ്കോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ചെയ്ത സേവനം നിസ്തുല്യമാണ്. എന്നാൽ ആദ്യം ഇതിനുവേണ്ടി കൊളുത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഭ, വേദപുസ്തകം പഠിപ്പിക്കുന്ന ക്രൈസ്തവ സഭ ഈ പുതിയ ആശയത്തെയും ചിന്താഗതിയെയും പിന്തുണയ്ക്കണം. ക്രൈസ്തവമായ രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് അടിസ്ഥാനപ്പെടുത്തി നിന്നുകൊണ്ട് വേണം ആ ഒരു വിപ്ലവം
മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു പുതിയ ചിന്തയും പുതിയ ആശയങ്ങളും ഒരു നവീകരണ പ്രസ്ഥാനവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടി മെതിക്കപ്പെട്ടവൻ എല്ലാ കാലവും അപ്രകാരം തുടരേണ്ടവനല്ല എന്ന ശബ്ദമാണ് വേടൻ്റെ ശബ്ദം. വേടൻ പറയുന്നത് ഇവിടെ സമത്വം വേണമെന്നാണ്, സമത്വം നിലനിൽക്കണമെന്നാണ്. അതിനകത്ത് വർഗീയതയോ ദേശദ്രോഹമോ വിഘടനവാദമോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തോന്നുന്നത് മനുസ്മൃതിയിലെ നിയമങ്ങൾ ഇവിടെ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ്. അവർ അതിനെതിരെ, വേടൻ്റെ ശബ്ദത്തിനെതിരെ അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമത്വം എന്ന ആശയം വേടൻ മുമ്പോട്ട് വച്ചിരിക്കുന്നത് കൊണ്ട് ആ ആശയത്തെ നമ്മൾ പിന്തുണയ്ക്കണം. കേരളത്തിൽ സമത്വത്തിൻ്റെ ആ ആശയം വളരണം, ഇവിടെ സമത്വം ഉണ്ടാകണം. കേരളം ഇക്കാര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി തീരണം. വേടൻ ചെറിയൊരു പാട്ട് കുറച്ച് പാട്ട് പാടിയപ്പോഴത്തേക്ക് ഇവിടെ ഇത്രമാത്രം കോളിളക്കം ഉണ്ടായെങ്കിൽ, ഈ പാട്ട് പാടിയത് UP-യിലോ ബീഹാറിലോ ഒക്കെ ആയിരുന്നെങ്കിൽ വേടനെ ഇന്ന് തല്ലിക്കൊന്ന് ഗംഗയിൽ തള്ളുമായിരുന്നു. അത്രമാത്രം വിഷലിപ്തമാണ് ഈ ആളുകളുടെ ജാതി ചിന്ത. ജാതി ഇവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഒരു വർഷത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടതെന്ന് കരുതുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് കുത്തിക്കൊന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ബിന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസി പോയി കുടിക്കാൻ പറഞ്ഞ സംസ്ഥാനമാണ്. ഇവിടെ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് യോജിക്കാനൊന്നും കഴിയത്തില്ല. ജാതി ഉണ്ട്, അതിനെ നമുക്ക് കാണാനും തൊടാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജാതി ഇല്ല എന്ന് വാദിക്കാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാണ്, ആർക്കും കാണാൻ കഴിയത്തില്ല. കാണാൻ കഴിയാത്ത ഒരു തിന്മയാണ്, കാണാൻ കഴിയാത്ത ഒരു ശത്രുവാണ് ജാതി വിവേചനം എന്നത്. അതുകൊണ്ട് വേടൻ്റെ പാട്ടുകൾ ഇനിയും കൂടുതൽ ശബ്ദത്തോടെ, കൂടുതൽ ഉച്ചത്തിൽ ഇവിടെ മുഴങ്ങട്ടെ. വേടൻ ആഗ്രഹിക്കുന്ന ആശയം ഇവിടെ നടപ്പാകട്ടെ. ഒരു സമത്വ കേരളം, ഒരു സമത്വം ഉള്ള ഇന്ത്യ, അതിനായിട്ട് നമുക്ക് സ്വപ്നം കാണാം, പ്രവർത്തിക്കാം. വേടനെപ്പോലുള്ള അനേകരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നല്ല ആശയങ്ങൾ ഉണ്ടായി വരട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.